ഒരിടത്തും എത്തത്തില്ല എന്നുള്ള കാര്യം ഇപ്പം ജനങ്ങൾ മനസ്സിലാക്കി. ഒരു കാലത്ത് കുറച്ച് നാൾ മുന്നേ വരെ എല്ലാവരും പറഞ്ഞത് പോലീസ് ഇടപെടുന്നില്ല, പോലീസ് അത് അവരെ വളരാൻ അനുവദിക്കുകയാണ്, പോലീസ് നിഷ്ക്രിയമായി പെരുമാറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമുക്കും ഇതിനകത്ത് ലിമിറ്റുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടന സമയത്ത് പറഞ്ഞത് തന്നെ, ഇങ്ങനെ ഒരു കേസ് പിടിക്കുമ്പോൾ പോലും സാക്ഷികളായിട്ട് വരാൻ ആൾക്കാർ മടി കാണിക്കുന്നു. പോലീസിനെ സപ്പോർട്ട് ചെയ്യാനോ ആ കൂടെ നിൽക്കാനോ ഒക്കെ മടി കാണിക്കുന്ന ആൾക്കാർ. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി, ഇനി മാറി നിന്ന് കഴിഞ്ഞാൽ പോലീസിനോടൊപ്പം ചേർന്ന് നിന്നില്ല എങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നാം എല്ലാം നശിച്ചു പോകും എന്നുള്ളൊരവസ്ഥയിൽ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആൾക്കാർ കൂടുതലും തിരിച്ചറിവ് വന്നത്. ഇന്നിപ്പം പറഞ്ഞു പോലീസ് എക്സൈസ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയണം, നമ്മളറിയണം പോലീസ് എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ എക്സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അംഗങ്ങളെ ഉള്ളൂ. കോഴിക്കോട് മാത്രമേ അവരുള്ളൂ. പോലീസ് ഇപ്പോൾ നമുക്ക് പറവൂർക്കുണ്ട്, വന്തിരാങ്ങാവുണ്ട്, നല്ലോണമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? പോലീസിന് എത്തിച്ചേരാൻ പറ്റും, നമ്മുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു കേസ് മാത്രമല്ല, എല്ലാ കേസും, എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ട ഒരു വിഭാഗം, ഒരു സേവന മേഖലയാണ് പോലീസ് എന്ന് പറയുന്നത്. അത് ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പക്ഷേ എക്സൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മദ്യം, മയക്കുമരുന്ന് മാത്രമാണ് അവരുടെ മേഖല. അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കേസുകൾ പിടിക്കാനും അവർക്ക് അതിനെ ഉന്മൂലനം ചെയ്യാനും സാധിക്കും. പക്ഷേ പോലീസ് ഇറങ്ങി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് പോലെ അവർക്ക് വരാനുള്ള ഒരു അംഗബലമില്ല, ഏരിയ കൂടുതലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. എന്നാലും രണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ പോലീസും എക്സൈസും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരുമിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാട്ടുകാരും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറത്തേക്കൊരു പ്രവർത്തനമില്ല. അതിലിനി ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കേണ്ട യുവാക്കൾ കൂടെ നമ്മുടെ ഇടയിലേക്ക് വരിക എന്നാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്നവർ കൂടുതൽ മുതിർന്ന ആൾക്കാരാണ് അല്ലേ? നമുക്ക് കൂടുതൽ യുവാക്കളെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്ന യുവാക്കൾ ആരെന്ന് കണ്ടെത്തി അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരണം, ഇതിലേക്ക് കൊണ്ടുവരണം. ഘട്ടം ഘട്ടമായിട്ട് താമസമില്ലാതെ നമ്മൾ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. ഇന്നിപ്പോൾ ബോർഡുകൾ വെക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ഒരു താക്കീതായിട്ട് നമ്മൾ ഈ ബോർഡുകൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മേഖലയിൽ എവിടെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ്. നമുക്കറിയാം, ചില സ്ഥലങ്ങൾ ഇവർ കൂടി വരാൻ രാത്രി സമയങ്ങളിൽ ഒത്തുകൂടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഇതുപോലെ കൂടിയിരുന്ന് മീറ്റിംഗ് നടത്തും. സാധിക്കില്ലേ നമുക്കത്? ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇങ്ങനെയുള്ള ലഹരി ഉപയോഗം നടത്തുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ പോയി ഒരു ബോർഡ് സ്ഥാപിക്കുകയും അവിടെ നമ്മൾ 4 കസേരയിട്ട് നമ്മൾ വേണ്ടപ്പെട്ടവർ അവിടെ ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യണം. ഇനി ശക്തമായ നടപടികളാണ്. കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻ്റായി, നമ്മുടെ കൂടെയുള്ള നമ്മുടെ നാട്ടുകാർ, നല്ലവരായ നാട്ടുകാർ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഊർജ്ജമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സമയത്ത് ഒരു കേസ് പിടിച്ചാൽ പോലും ഒരു സാക്ഷിയായിട്ട് വരാൻ ആളില്ല. അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സാറേ എന്തും ചെയ്യാം, സാറ് നമ്മളവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഡെയിലി ആൾക്കാർ വിളിക്കുക. ഏറ്റവും വളരെ സന്തോഷം, ഇന്നിപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ എനിക്ക് ഫറൂഖ് ചുങ്കത്ത് അവിടെ വേറൊരു പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു മാതൃകയാണ്. നമ്മുടെ ഇവിടെ വൈദ്യരങ്ങാടിയിൽ ഇങ്ങനെ ഒരു രൂപം, ഒരു കൂട്ടായ്മ രൂപീകരിച്ച് തന്നെ വളരെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം എല്ലാവരെയും ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാര്യം നമ്മുടെയൊക്കെ വീടുകളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് നന്നാക്കാൻ പറ്റിയാൽ, നമ്മുടെ മക്കളെയൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഞാൻ പറയാമല്ലോ, നമ്മുടെ മക്കളിലൂടെയും നമുക്കിന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളിലൂടെ, കുഞ്ഞു മക്കളിലൂടെ നമ്മൾ മാറ്റം വരുത്തണം. ഇപ്പം രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്ന ആ റോഡ് തിരിയുന്ന അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകുവശത്ത് ഒരു ഇടിഞ്ഞ ബിൽഡിങ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ഒരു കാട് ഏരിയയാണ്.
അവിടെ ഇപ്പം കുറേ 2-3 ആൾക്കാർ ചേർന്നിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ 2 ചെക്കന്മാരെ പിടിച്ചു തന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 ചെക്കന്മാർ, ഒരു ചെക്കൻ ഓടിപ്പോയി. പട്ടാപ്പകല ഈ സമയം തന്നെയാണ്. നോക്കുമ്പോഴൊരു കവറിനകത്ത് എന്തോ ഒരു ദ്രാവകം പോലത്തെ ഒരു സാധനം, ദ്രാവകമല്ല, ഒരു ഓയിൻമെന്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിങ്ങനെ മണപ്പിച്ച് കയറ്റിയാൽ, വലിച്ച് കയറ്റിയാൽ, എന്നിട്ട് ബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെ ആടിയിരിക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മളിതെല്ലാം അറിയണം. നമുക്കിപ്പോഴും പല കാര്യങ്ങളിൽ അജ്ഞതയാണ്. നമ്മുടെ മക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ അറിയത്തില്ല. നമ്മുടെ മക്കളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യണം, അറിയണം. സംഭവം വേറെ ഒന്നുമല്ല, ടയർ പഞ്ചർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ട്യൂബ്, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും കിട്ടുന്ന ടയറുകളിൽ പഞ്ചർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ട്യൂബ്, ആ സാധനം കവറിനകത്ത് ആക്കിയിട്ട് ഉരസി അതിൽ നിന്ന് മണം വലിച്ചു കയറ്റുക. അപ്പം എനിക്കും അറിയത്തില്ല ഈ സംഭവം. നമ്മുടെ മക്കൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ 15 രൂപയേ ഉള്ളൂ ചിലവുള്ളൂ. 3-4 പേര് കൂടിയിരുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ വീട്ടിൽ വരാൻ താമസിക്കുമ്പോൾ നമ്മളിതൊക്കെ ആലോചിക്കണം. അവിടെ ചെന്ന് കൂടിയിരുന്ന് ഇത് വലിച്ചു കയറ്റുകയാണ്. ചോദിച്ചപ്പോൾ സാറേ 2 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ 7ാം ക്ലാസ് മുതൽ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല സാറേ, അഡിക്റ്റായി മാറ്റാൻ പറ്റുന്നില്ല. അവന് മാറ്റണമെന്നുണ്ട്, പറ്റുന്നില്ല. ഒന്ന് ആലോചിക്കുക, ഇത് വലിക്കുമ്പോൾ അവന്